നമസ്കാരം സുഹൃത്തുക്കളെ, നാട്ടുവൈദ്യം ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കണ്ണിനെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാവാം. കണ്ണിനെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് കണ്ണിൽ വരുന്ന മിക്ക രോഗങ്ങൾ, അതായത് കണ്ണിൻ്റെ കാഴ്ച കമ്മി, അതേപോലെ തന്നെ കണ്ണിൽ ചുവപ്പ് വരിക, അതുകൂടാതെ കണ്ണിലുള്ള ബാക്കി പ്രശ്നങ്ങൾ, ഇവയെപ്പറ്റി നമുക്ക് പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യാം. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 20 വയസ്സാകുന്ന സമയത്ത് എനിക്ക് ഒരിക്കൽ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഒരു മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയത്. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഒരു 0.75 ഒരു കണ്ണിൽ, അതേപോലെ തന്നെ വേറൊരു കണ്ണിൽ 0.25 അങ്ങനെയായിരുന്നു. അത് പിന്നീട് ഇൻക്രീസ് ചെയ്തിട്ട് 1.25 അങ്ങനത്തുള്ള ആ ലെവലിലേക്കൊക്കെ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കണ്ണിൽ നിങ്ങൾക്ക് കണ്ണട വെക്കണം, അല്ലെങ്കിൽ കണ്ണിൻ്റെ സ്ട്രെയിൻ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ അതിനു മുൻപ് ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു, ബെറ്റർ ഐസൈറ്റ് വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ വില്യം ബേറ്റ്സ് ആണ് അതിൻ്റെ എഴുതിയിട്ടുള്ള ആൾ. വളരെ ഉത്തമമായിട്ടുള്ളൊരു പുസ്തകമായിരുന്നു ഈ ബെറ്റർ ഐസൈറ്റ് വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറഞ്ഞിട്ട്. എല്ലാ പാരൻസും അതേപോലെ തന്നെ എല്ലാ ആൾക്കാരും ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ ബെറ്റർ ഐസൈറ്റ് വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറഞ്ഞിട്ട്. അത് എഴുതി ഡോക്ടർ വില്യം ബേറ്റ്സ് കണ്ണിൻ്റെ MD ഡോക്ടറായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇന്ന് കണ്ണിനെ സംബന്ധിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ടോട്ടലായിട്ട് തെറ്റാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. കാരണം അദ്ദേഹം ഒരു 50,000-ഓളം പേഷ്യൻറ്റിനെ, കണ്ണിൻ്റെ രോഗികളെ അദ്ദേഹം പരിശോധിച്ചിട്ട് അദ്ദേഹം പല നിഗമനങ്ങളിലും എത്തി. എന്നിട്ട് അതൊരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നത്തെ കണ്ണ് ഡോക്ടർമാർ എന്തെല്ലാം ചെയ്യുന്നോ ഇതെല്ലാം നമ്മുടെ കണ്ണിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ സാധാരണയായിട്ട് വിചാരിക്കും കണ്ണട വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച ഇൻക്രീസ് ചെയ്യുകയാണെന്ന്. അദ്ദേഹം പറയുന്നു കണ്ണിൻ്റെ കാഴ്ച ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കമ്മിയാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അനുഭവമാണ്. ആദ്യം ചെറിയ കണ്ണട വയ്ക്കുന്നു, ചെറിയ പവറുള്ളത്, പിന്നെ പവർ കൂടി പോകുന്നു എന്നല്ലാതെ ഇന്നേ വരെ കണ്ണട വെച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് കണ്ണട ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. അത് BPയും ഷുഗറിൻ്റെയും മെഡിസിൻ പോലെ തന്നെയാണ്. അതായത് ആധുനിക വൈദ്യം എന്തൊക്കെ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ജീവിതകാലം മുഴുവൻ തുടർന്നു കൊണ്ടുപോകുന്നൊരവസ്ഥ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും കണ്ണട ഉപയോഗിക്കരുത്. കണ്ണട ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച കമ്മിയായി കൊണ്ടുവരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കണ്ണട വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സുഹൃത്തുക്കളെ, ഇന്ന് ഏകദേശം 30 വർഷത്തിൽ കൂടുതലായി ഞാൻ കണ്ണട ഉപയോഗിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ കണ്ണട വെച്ചിട്ടില്ല. പല പ്രാവശ്യം ഡോക്ടർമാർ പറഞ്ഞു, പക്ഷേ ഞാൻ ഒരിക്കലും കേട്ടില്ല. എനിക്ക് നേരത്തെ തലവേദനയായിരുന്നു, ഒരുപാട് എല്ലാ സമയത്തും ഉള്ള മൈഗ്രെയിൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവരെല്ലാം കണ്ണിലായിരുന്നു അവർ കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. എല്ലാം കണ്ണിൽ ചെക്ക് ചെയ്യുന്നു, ആ ചെക്ക് ചെയ്യുന്നു, ഈ ചെക്ക് ചെയ്യുന്നു, എല്ലാം കൂടി ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്നു എൻ്റെ കാരണം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഒരു കണ്ണിൽ കാഴ്ച കൂടുതലും വേറൊരു കണ്ണിൽ കാഴ്ച അല്പം കമ്മിയാണ്. അപ്പോൾ ഇത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രെയിൻ ഉണ്ടാകുന്നത്, ഇത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നത് പറയുന്നു. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും അറിയാം നമ്മുടെ ഒരു കൈ എപ്പോഴും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യും. ഒന്നില്ലെങ്കിൽ ഇടത് കൈ, അല്ലെങ്കിൽ വലത് കൈ. പ്രകൃതി അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മുടെ എല്ലാ സംഗതികളും ഒരെണ്ണം കുറച്ച് കൂടുതലായിട്ട് വർക്ക് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ കാത് നോക്കാം, ഒരു കാതിന് അല്പം കേൾവി കുറവായിരിക്കും, വേറെ കാതിന് അല്പം കേൾവി കൂടുതലുണ്ടാവും. മൂക്കിനും അതേപോലെ തന്നെ എല്ലാ സമയത്തും ഒരേപോലെ തന്നെയല്ലേ ശ്വാസം വരുന്നു. ഒരു മൂക്കിൽ കൂടുതൽ വരും, ഒരു മൂക്കിൽ കമ്മി വരും. പ്രകൃതി നിശ്ചയമാണ്. കാരണം കണ്ണിനും നമ്മുടെ ഉള്ളിലും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. നമ്മുടെ ഈ ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ പറയുന്നത് തലവേദന വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോയി ഡോക്ടറോട് ചെക്ക് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഈ സാധനം വെച്ച് കണ്ണട വെക്കണം എന്ന് പറഞ്ഞു. കണ്ണട വെച്ചിട്ട് തലവേദന മാറുന്നുണ്ടോ? തലവേദന മാറുന്നില്ല. അതുകൂടാതെ കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച കൂടുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഓരോ വർഷം കഴിയുന്തോറും കണ്ണിൻ്റെ പവറായിട്ട് കൂടി വരികയാണ്. അപ്പോൾ ഒരു കാരണവശാലും കണ്ണട നിങ്ങൾ ഉപയോഗിക്കരുത്. ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ദൂരെ തന്നെ നമ്മൾ കളയുക, കണ്ണട ഇല്ലാതെ വർക്ക് ചെയ്യുക. ഇപ്പോഴും എനിക്ക് വളരെ സൂക്ഷ്മമായിട്ട് നമുക്കത് കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റും. യാതൊരുവിധ കണ്ണടയുടെ ആവശ്യമില്ല. 30 വർഷമായിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് BPയുടെയും ഷുഗറിൻ്റെയും മരുന്ന് ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എനിക്കറിയാം ഇവയെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗം കൂടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വില്യം ബേറ്റ്സിൻ്റെ കുറച്ച് എക്സസൈസുകൾക്കുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ പോണ്ടിച്ചേരിയിൽ ഡോക്ടർ അരവിന്ദോ സ്കൂൾ ഫോർ പെർഫെക്റ്റ് ഐസൈറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. പോണ്ടിച്ചേരിയിൽ അരവിന്ദോ സ്കൂൾ ഫോർ പെർഫെക്റ്റ് ഐസൈറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ അരവിന്ദോ ആശ്രമത്തിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾ 30 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ, കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് കണ്ണട ഒഴിവാക്കാൻ പറ്റും. അവർ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ചില എക്സസൈസൊക്കെ പഠിപ്പിക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ ആധുനിക വൈദ്യം പറയുന്നു നമ്മൾ നല്ല പ്രകാശത്തിൽ വായിക്കണമെന്ന്. പക്ഷേ വില്യം ബേറ്റ്സ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അരണ്ട വെളിച്ചത്തിലേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ നിങ്ങളോട് വായിക്കാൻ പറയും. നമ്മുടെ ഈ ഡോക്ടർമാർ പറയുന്നു വലിയ അക്ഷരം നിങ്ങൾ വായിക്കണം എന്ന് പറയും. പക്ഷേ അവർ പറയുന്നു നിങ്ങൾ ഫൈൻ പ്രിൻറ്റ് മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അതായത് വളരെ ചെറിയ പ്രിൻറ്റ്, നമ്മൾ ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതൽ ചെറിയ പ്രിൻറ്റ്, അത് കണ്ണുകൊണ്ട് ചിമ്മി ഇങ്ങനെ നമ്മൾ പഠിക്കണം.
അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് കണ്ണിൻ്റെ കാഴ്ച കൂടും. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറയുന്നു അതെല്ലാം ഏകദേശം തെറ്റാണ് ആധുനിക വൈദ്യത്തിൻ്റെ അഭിപ്രായ പ്രകാരം. കാരണം എന്താണ്, നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കണ്ണ് നമ്മുടെ ശരീരമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിയണം. കാരണം കണ്ണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് നമ്മുടെ വയറിനോട് ബന്ധപ്പെട്ടതാണ്. കാരണം വയറിൽ നമ്മുടെ ഡൈജഷൻ ശരിയായിരിക്കുന്ന സമയത്ത് ആമം ഉണ്ടാവുകയും ഈ ആമം ഈ കണ്ണിൻ്റെ നെർവ്സിലും ബാക്കിയുള്ള ഇവിടെ എല്ലാം പോയിട്ട് ഡിപ്പോസിറ്റ് ശേഷം കണ്ണിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് വരുന്ന മാറ്റം കൊണ്ടാണ് ഈ കണ്ണിൻ്റെ കാഴ്ച കമ്മിയാവുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആ സങ്കോച വികാസങ്ങൾ ഇല്ലാതിരിക്കുന്ന എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പഠനം തെളിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരത്തെ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റുക, നമ്മൾ സാധാരണ ഇതിലേക്ക് വരിക. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണിന് കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റൊന്ന്, കണ്ണിന് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് തലയിൽ ഒരിക്കലും നമ്മൾ ചൂടുവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച കമ്മിയാവും. അതുകൂടാതെ നമ്മൾ മറ്റൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ കിടക്കുന്ന സമയത്ത് എപ്പോഴും കാലിൻ്റെ അടിയിൽ പാദത്തിൻ്റെ അടിയിൽ അവിടെ അല്പം എണ്ണ തേക്കുകയാണെങ്കിൽ അവിടെ നിന്ന് 2 പ്രധാനപ്പെട്ട നാഡികൾ നമ്മുടെ കണ്ണ് വരെ എത്തുന്നുണ്ട്. ആ നാഡികളുടെ പേര് ഞാൻ മറന്നു. അപ്പോൾ അവിടെ തേക്കുന്ന എണ്ണ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച തന്നെ കൂട്ടും. അപ്പോൾ കണ്ണിൻ്റെ ആർക്കെങ്കിലും കാഴ്ചക്കുറവ് അവർക്ക് തോന്നുകയാണെങ്കിൽ കാലിൻ്റെ അടിയിൽ അവർ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. പിന്നെ നമ്മൾ ഇഷ്ടംപോലെ ഇലക്കറികൾ, അതായത് മുരിങ്ങ, അതേപോലെ തന്നെ ചീര, അങ്ങനത്തുള്ള ഒരുപാട് ഇലക്കറികളുണ്ട്. ഇലക്കറികൾ മുഴുവൻ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വയറ് എത്രത്തോളം ക്ലിയർ ആണോ അത്രത്തോളം നമ്മുടെ കണ്ണും ക്ലിയർ ആയിരിക്കും. ഈ കാര്യം പ്രത്യേകം നമ്മൾ അറിയണം. പിന്നെ കണ്ണിന് വരുന്ന മിക്ക രോഗങ്ങൾക്കും നമുക്ക് ധാരാളം മരുന്നുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല മരുന്നാണ് പൂവാങ്കുരുന്നൽ എന്ന് പറയുന്ന ഇല, ആ ചെടി. ഈ ചെടിയുടെ ചാറ് നമ്മൾ കണ്ണിൽ ഒഴിക്കുകയാണെങ്കിൽ കണ്ണിലെ മിക്ക രോഗങ്ങൾക്ക്, അതായത് ചെങ്കണ്ണായാലും ശരി, അല്ലെങ്കിൽ കണ്ണിൽ ചുവപ്പായാലും ശരി, അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള രോഗങ്ങളായാലും ശരി, ഈ പൂവാങ്കുരുന്നിൻ്റെ ഇലയുടെ ചാറ് കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഭേദമാകും. കാരണം അത് നാട്ടുവൈദ്യത്തിലൊരു നല്ലൊരു മരുന്നാണ് പൂവാങ്കുരുന്നലിൻ്റെ ഇല. പിന്നെ മറ്റൊന്ന് നമ്മൾക്ക് ട്രൈ ചെയ്യാവുന്നത് കടുക്ക നമ്മൾ വൈകുന്നേരം ചതച്ചിട്ടിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേന്ന് ആ കടുക്കയുടെ ആ വെള്ളം അരിച്ചതിന് ശേഷം ആ സാധനം കൊണ്ട് കണ്ണ് കഴുകുകയാണെങ്കിൽ കണ്ണിന് ഏറ്റവും നല്ലൊരു ഇതാണ്. പ്രത്യേകിച്ച് ചെങ്കണ്ണൊക്കെ വരുന്ന സമയത്ത് ഈ കടുക്ക വെള്ളം കൊണ്ട് നമ്മൾ കണ്ണ് കഴുകുകയാണെങ്കിൽ കണ്ണിന് വളരെയധികം നല്ല ഗുണം കിട്ടും. പിന്നെ സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, പലർക്കും കണ്ണിൽ ചൂട് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് കണ്ണിൽ ചൂട്, പുകച്ചൽ, ടയേർഡ്നെസ് ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കാലിൻ്റെ അടിയിൽ എണ്ണ തേക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇങ്ങനത്തുള്ള ഒരു കാര്യത്തിനും കണ്ണിന് ചികിത്സിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിൽ പിത്തം കൂടുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതെല്ലാം ഈ കണ്ണിലും അതേപോലെ തന്നെ തലയിലൊക്കെ പുകച്ചൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഉഷ്ണം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ പിത്തം കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പിത്തത്തെ കമ്മിയാക്കാനുള്ള മരുന്നുകളെല്ലാം ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഈ പുകച്ചലും ബാക്കിയുള്ളതൊക്കെ നോക്കും. അപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് കണ്ണിനെയല്ല, മുഴുവൻ ശരീരത്തെയാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അറിയണം. പിന്നെ പലർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഈ തിമിരം എന്ന് പറയുന്നത്. തിമിരത്തിന് ഏറ്റവും നല്ലത് പൂവാങ്കുരുന്നലിൻ്റെ ഇലയും അതേപോലെ തന്നെ ചുവന്നുള്ളി, ഇത് രണ്ടും കൂടി ചതച്ചതിന് ശേഷം ആ നീര് കണ്ണിലൊഴിക്കുകയാണെങ്കിൽ ഈ തിമിരത്തിന് വളരെ നല്ലൊരു ഇതാണ്. ഒരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെയാണ് നമ്മളുടെ തഴുതാമയുടെ ഇലയുടെ നീര്, അതേപോലെ തന്നെ തുളസിൻ്റെ ഇലയുടെ നീര്, ഇതെല്ലാം നമ്മൾ അതിൽ ഒഴിക്കാവുന്നതാണ്. ഇതെല്ലാം വളരെ നല്ല ഒരു മരുന്നുകളാണ്. പിന്നെ കണ്ണിന് നിങ്ങൾക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവ് നിങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ കണ്ണിന് എക്സസൈസ് നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. കണ്ണിൻ്റെ എക്സസൈസ് എന്ന് പറയുമ്പോൾ കണ്ണ് മുകളിലോട്ടും താഴോട്ടും ഒരു 10 പ്രാവശ്യം ചലിപ്പിക്കുക, ഇടത്തോട്ടും വലത്തോട്ടും ഒരു 10 പ്രാവശ്യം ചലിപ്പിക്കുക. പിന്നെ കോണിൽ നിങ്ങൾക്ക് 10 പ്രാവശ്യം ചലിക്കുക. പിന്നെ ഈ കോണിൽ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചലിപ്പിക്കുക. പിന്നെ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങോട്ട് 10 പ്രാവശ്യം ചലിക്കുക. പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് അങ്ങോട്ടും ഒരു 10 പ്രാവശ്യം ചലിക്കുക. ഇങ്ങനെ നിങ്ങൾ ഈ 2 കണ്ണിൽ നിങ്ങൾ കുറേ പ്രാവശ്യം ചെയ്യണം. എന്നതിന് ശേഷം ഈ 2 ഇടയ്ക്കും ഒരു മർമ്മമുണ്ട്, അവിടെ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ഈ കൈ കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് നമ്മൾ 3 പ്രാവശ്യം വലത്തോട്ട് ചുറ്റുക, ഇടത്തോട്ട് ചുറ്റുക. അതേമാതിരി കണ്ണിൻ്റെ താഴെ ഇവിടെ നിങ്ങളിങ്ങനെ ഇടത്തോട്ട് ചുറ്റുക, വലത്തോട്ട് ചുറ്റുക. അതുകൂടാതെ ഈ സൈഡിൽ നിങ്ങളിങ്ങനെ മേലോട്ടും താഴ്ത്തിക്ക് ആട്ടുക. എന്നിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആക്കുക. ഈ 2 കണ്ണിൻ്റെ ഇടയിൽ കൂടി നടക്കുന്ന ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഇവിടെ ഈ സ്ഥലങ്ങളിൽ നിങ്ങളിങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ എക്സസൈസൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണിന് വളരെ നല്ലതാണ്. പിന്നെ ഈ കണ്ണിൻ്റെ കാഴ്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ബാക്കിയുള്ള ഒരുപാട് മരുന്നുണ്ട്. അതിൽ നമ്മുടെ ആയുർവേദം ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് മരുന്നായിട്ട് പറയുന്നത് ത്രിഫല, നേത്രാമയേ ത്രിഫല എന്നാണ്. അതായത് നേത്രത്തിലെ ഏത് രോഗമാണെങ്കിലും ശരി നമ്മൾ ത്രിഫല കഴിക്കണം. ത്രിഫല എന്ന് പറയുമ്പോൾ നെല്ലിക്ക, കടുക്ക, താന്നിക്ക എന്ന് പറയുന്ന എല്ലാം കൂടി 3 കൂടിയ പൊടി, അത് വളരെ ചെറിയ മാത്രമേ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് എപ്പോഴും നമുക്ക്
ഒരിക്കലും കണ്ണട വയ്ക്കേണ്ടി വരില്ല, അത് സ്ഥിരമായിട്ട് നിൽക്കും. അപ്പോൾ ഏത് വിധ നേത്രരോഗങ്ങൾക്കും ആയുർവേദം പറയുന്ന സംഗതിയാണ് ഈ ത്രിഫല എന്നുള്ളത്. അപ്പോൾ ത്രിഫല നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇളനീർ കുഴമ്പ് എന്ന് പറയുന്ന സംഗതിയും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആയുർവേദത്തിൻ്റെ ആയാലും ശരി അലോപ്പതിയുടെ ആയാലും ശരി, ഈ ഐ ഡ്രോപ്സ് അതിൽ മുഴുവൻ കെമിക്കൽ പ്രിസർവേറ്റീവ് ചേർന്നതാണ്. പ്രിസർവേറ്റീവിൻ്റെ പേരിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിഷം എന്ന് തന്നെയാണ് അർത്ഥം. ആയുർവേദത്തിൻ്റെ ആണെങ്കിൽ ശരി, ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില ഈ കമ്പനിക്കാരെന്താന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ രോഗങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ളിയുടെ നീരും തേനും ഇതെല്ലാം കൂടി ചേർത്തുള്ള ചില മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രിസർവേറ്റീവ് ചേർത്ത് ഏതൊരു സാധനവും കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് കണ്ണിന് പൂർണ്ണമായിട്ടും ദോഷം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബാക്കിയുള്ളവർ പറയില്ല, പക്ഷേ ഞാനതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞാൻ ആയുർവേദത്തിൻ്റെ ചില കഷായങ്ങൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ള മരുന്നുകളുടെ കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള അൺനാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ, ഈ പ്രിസർവേറ്റീവ് ചേർന്നുള്ള സാധനങ്ങൾ നിങ്ങളുടെ കണ്ണിൽ ഒഴിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഒഴിക്കണമെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഏതെങ്കിലും സാധനം, അതായത് ഇപ്പോൾ അവർ പറയുകയാണ് വലിയ ഉള്ളിയും അതേപോലെ തന്നെ ഉള്ളിയും പിന്നെ ബാക്കി നാരങ്ങാ നീരും ഇഞ്ചി നീരും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഔഷധം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള ഔഷധമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഉള്ളിയുടെ നീര് അപ്പം തന്നെ എടുത്തിട്ട് നിങ്ങൾ അപ്പം തന്നെ പ്രയോഗിക്കുക. അത് വളരെ നല്ല കാര്യമാണ്. അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ള ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ കണ്ണിൻ്റെ തിമിരം മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പ്രയോഗമാണ് പൂവാങ്കുരുന്നിൻ്റെ ഇലയും ചെറിയുള്ളിയും രണ്ടും കൂടി ചതച്ചതിന് ശേഷം നീരെടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിലൊഴിക്കുക. അല്ലെങ്കിൽ ചെറിയുള്ളിയുടെ മാത്രം നീര് നമ്മുടെ കണ്ണിലൊഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഒരു കണ്ണ് അല്പം കാഴ്ചയുള്ളൊരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം, കുറേ ഉള്ളി അരിയേണ്ടി വന്നു ആ വ്യക്തിക്ക്. ഉള്ളി അരിഞ്ഞു കഴിഞ്ഞ സമയത്ത് അവസാനം ഉള്ളി അരിഞ്ഞു കഴിഞ്ഞ് ഇഷ്ടംപോലെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അവസാനം ഉള്ളി അരിഞ്ഞു കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച വീണ്ടും കിട്ടി. കാരണം എന്താ പറഞ്ഞാൽ കണ്ണിൽ എന്തോ പ്രശ്നം, ആ കണ്ണുനീരോട് കൂടിയിട്ട് അത് പോയി. അതേപോലെ തന്നെ വേറൊരു കുട്ടിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ, ആ കുട്ടി കണ്ണ് കാണാതിരിക്കുന്ന സമയത്ത് ഒരുപാട് ഉപയോഗങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും വീണ്ടും കിട്ടിയില്ല. അതിനുശേഷം ഒരിക്കൽ ഇവർ തഴുതാമയുടെ ഇലയുടെ നീര് അത് ചതച്ച് പിഴിഞ്ഞിട്ട് കണ്ണിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കാഴ്ച കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വളരെ വളരെ നല്ലതാണ്. പിന്നെ ഈ കണ്ണിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ കണ്ണിന് എക്സസൈസ് ചെയ്യുക, പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഈ കാഴ്ച പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് പരിഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ കണ്ണിൻ്റെ എക്സസൈസ് നമ്മൾ ഡെയിലി ശീലമാക്കുക. ഈ ശീലമാക്കുന്നതും കണ്ണിൻ്റെ ഇതിന് വളരെ നല്ലതാണ്. പിന്നെ ചിലർ ഈ കണ്ണിൻ്റെ രോഗത്തിന് സ്വമൂത്രം ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. സ്വന്തം മൂത്രം അത് ഒരു കുപ്പിയിലാക്കിയതിന് ശേഷം നമ്മൾ ആ കണ്ണിൽ നമ്മളത് ഫ്രഷ് മൂത്രമായിരിക്കണം നമ്മൾ കണ്ണിൽ ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു അനുഭവമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചില യോഗ സ്പെഷ്യലിസ്റ്റ് അവർ പറയുന്നത് രാവിലെ നമ്മൾ പല്ല് തേക്കുന്നതിന് മുൻപ് ഉള്ള മറ്റേ നമ്മുടെ ഉമിനീര് എടുത്തതിന് ശേഷം പതുക്കിൽ കണ്ണിലിങ്ങനെ എഴുതുകയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ് എന്ന് അവർ പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കണ്ണിന് പെൺകുട്ടികളെല്ലാം കണ്ണ് എഴുതുന്ന സമയത്ത് അതിനുപയോഗിക്കേണ്ട മരുന്നാണ് പൂവാങ്കുരുന്നില. ഈ സാധനയുടെ ഇലയുടെ നീര് നമ്മൾ കോട്ടൺ തുണിയിൽ നല്ലപോലെ 4-5 പ്രാവശ്യം ഉണക്കിയതിന് ശേഷം അതിൽ നല്ലെണ്ണ വെച്ചിട്ട് നമ്മൾ കത്തിച്ചതിന് ശേഷം, നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയായിരിക്കണം, കത്തിച്ചതിന് ശേഷം ആ കരി എടുത്തതിന് ശേഷം നമ്മളതിൽ അല്പം നെയ്യൊക്കെ ഒഴിച്ചിട്ട് കൺമഷി ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഭൃംഗരാജ അല്ലാന്ന് പറയുമ്പോൾ കഞ്ഞുണ്ണി കൊണ്ട് നമുക്ക് ഇതേമാതിരി തന്നെ ചെയ്യാം. കഞ്ഞുണ്ണിയുടെ ചാറും ഇതേമാതിരി തന്നെ കോട്ടൺ തുണിയിൽ പുരട്ടി 4-5 പ്രാവശ്യം ഉണക്കിയതിന് ശേഷം ഈ സാധനം വെച്ചിട്ട് കത്തിച്ചതിന് ശേഷം എള്ളെണ്ണ വെച്ചിട്ട് കത്തിച്ചതിന് ശേഷം അതിൻ്റെ കരി എടുത്തതിന് ശേഷം അതിൽ നെയ്യ് മുക്കി തേക്കുകയാണെങ്കിലും കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത്, ഒരു കാരണവശാലും കണ്ണിന് നിങ്ങൾ കണ്ണട ഉപയോഗിക്കാതിരിക്കുക, കഴിയുന്നത്ര ഒഴിവാക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കൂടുതൽ സമയം നമ്മുടെ മൊബൈലിൽ നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്ത് അത് കണ്ണിന് ബാധകമാകും. അതുകൂടെ തന്നെ വലിയ TV സ്ക്രീൻ നമ്മൾ കണ്ണിൽ സ്ഥിരമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കഴിഞ്ഞാൽ അത് കണ്ണിന് ബാധകമാകും. അപ്പോൾ കണ്ണിനുള്ള ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം വരികയാണെങ്കിൽ അതിന് ആയുർവേദത്തിൽ നല്ല നല്ല മരുന്നുകളുണ്ട്. ആ മരുന്നൊക്കെ നമ്മൾ ചെയ്യുക. പ്രത്യേകിച്ചിട്ടുള്ളൊരു വിധിയാണ് തർപ്പണം എന്ന് പറയുന്നത്. അതായത് കണ്ണിൻ്റെ ഇവിടെ മുഴുവൻ ഈ സാധനം എന്താണ് പറയുക, ഉഴുന്നിൻ്റെ മാവ് തേച്ചതിന് ശേഷം അതിൽ ത്രിഫലാഘൃതമൊക്കെ നമ്മുടെ കണ്ണിൽ നിർത്തും 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. അപ്പോൾ ഉള്ളിൽ ഈ ശോഷിച്ച് കിടക്കുന്ന നരമ്പിനെയൊക്കെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലൊരു പ്രയോഗമാണ്.
അതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള ഒരുപാട് മരുന്നുകളുണ്ട്, കഷായങ്ങളുണ്ട്. ഈ കഷായങ്ങളൊക്കെ നമ്മൾ ഈ ചില മരുന്നുകളുടെ കഷായങ്ങളൊക്കെ ഉണ്ട്. ഈ മരുന്നിൻ്റെ കഷായമൊക്കെ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം കണ്ണിലിടുകയാണെങ്കിൽ കണ്ണിന് വളരെ നല്ലതാണ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ കൂട്ടുകാരന് കാഴ്ച കമ്മിയാണെന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുകാരൻ വളരെ വർഷങ്ങളായിട്ട് അലോപ്പതിയുടെ ഐ ഡ്രോപ്പ് ഉപയോഗിക്കുന്നു, ഗ്ലൂക്കോമിയോ എന്തോ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ അലോപ്പതി മരുന്ന് അദ്ദേഹം ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു 60 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം 100% അന്ധനായി. കാരണം ഇതിലെല്ലാം എനിക്കറിയാം, ഈ സംഗതികളിൽ മുഴുവൻ പ്രിസർവേറ്റീവ് ഉള്ള ഒരു സംഗതിയാണ് ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത്. അത് ഏതൊരു മരുന്നാണ് ശരി. നിങ്ങൾ ഒരു കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു സാധനവും നമ്മുടെ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യരുത്. കാരണം എന്താണ്, ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റാത്ത സാധനം വിഷമായിരിക്കും. ആ വിഷം സാധനം കണ്ണെന്ന് പറയുമ്പോൾ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളിവിടെ വിഷം നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച തീർച്ചയായിട്ടും കമ്മിയാവും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ കണ്ണിന് നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിന് നിങ്ങൾ നല്ല യഥാർത്ഥ ഒരു കണ്ണിന് മാത്രം ചികിത്സിക്കുന്ന ആയുർവേദ വൈദ്യന്മാർ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് കണ്ണിന് വേണ്ട നിങ്ങൾ ചികിത്സ സ്വീകരിക്കുക. ഏറ്റവും നല്ലത് നിങ്ങൾ ആയുർവേദം തന്നെ സ്വീകരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ആയുർവേദത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ആയുർവേദത്തിൽ ഇതിനുള്ള ഒരുപാടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണിൻ്റെ ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ സ്വർഗീയനായിട്ടുള്ള രാജീവ് ദീക്ഷിത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിട്ടിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന അങ്ങനെ എന്തോ ഒരു രോഗമുണ്ട്. അതായത് കണ്ണിലെ അലോപ്പതിയിൽ അതിന് ഒട്ടും തന്നെ മരുന്നില്ല. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്ന് പറഞ്ഞാൽ ഗോമൂത്രമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഗോമൂത്രത്തിൻ്റെ അർക്കം ഒരു കാരണവശാലും കണ്ണിലൊഴിക്കരുത്. കാരണം അത് ഭയങ്കര അസിഡിക്കാണ്, ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള സാധനമാണ്. അത് കണ്ണിലൊഴിക്കുന്നത് തീർത്ത് നല്ലതല്ല. ശുദ്ധമായിട്ടുള്ള ഗോമൂത്രം കിട്ടുകയാണെങ്കിൽ നമ്മൾക്കത് കണ്ണിലൊഴിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ തന്നെ സ്വമൂത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും, കണ്ണിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി കണ്ണിൽ ബാക്കി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കണ്ണിനല്ല ചികിത്സിക്കേണ്ടത്, വയറിനാണ് ചികിത്സിക്കേണ്ടത്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടും അതേപോലെ തന്നെ വെജിറ്റബിൾസും പഴങ്ങളും പച്ചക്കറികളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണിലുള്ള പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മാറുന്നതായിട്ട് കാണാം. കാരണം കണ്ണെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വയറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മെച്ചപ്പെടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണിൻ്റെ എക്സസൈസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ശുദ്ധമായിട്ടുള്ള തേന് അത് ഏറ്റവും നല്ല മരുന്നാണ് കണ്ണിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചക്കുറവുള്ളവർ ശുദ്ധമായിട്ടുള്ള തേന് കിട്ടുകയാണെങ്കിൽ മാത്രം, അതായത് നമുക്ക് ഉറപ്പുണ്ടാവണം ബാക്കി വെളിയിൽ നിന്ന് കിട്ടുന്ന തേന് മുഴുവൻ ചൂടാക്കിയതാണ്, ചൂടാക്കിയ തേൻ വിഷമാണ്. ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആൾക്കാർ പഞ്ചസാര ലായനി കൊടുത്ത് വളർത്തുന്ന ആ തേനൊന്നും പറ്റില്ല. ശുദ്ധമായിട്ടുള്ള തേൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളതൊരു ഡ്രോപ്പറിൽ വെച്ച് ഡെയിലി കണ്ണിലൊഴിക്കുന്ന കണ്ണിൽ മിക്ക പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. അത് 2 തരത്തിൽ വർക്ക് ചെയ്യും. ഒന്ന്, കണ്ണിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ. രണ്ടാമത്, കണ്ണിൻ്റെ പോഷകം ഉള്ളിലെത്തിക്കാനും ഈ തേൻ ഉപയോഗിക്കാൻ പറ്റും. ഇത് പണ്ടുള്ള പ്രയോഗമാണ് തേനിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ തലയിൽ നിങ്ങൾ എണ്ണ തേക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കാതിൽ നിങ്ങൾ എണ്ണ എടുക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ കണ്ണിന് വളരെ നല്ലതാണ്. അപ്പോൾ കണ്ണിൽ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നെറുകയിൽ നിങ്ങൾ എണ്ണയിടുക കുളിക്കുന്നതിന് മുൻപ്. അതിനുശേഷം കാതിൽ നിങ്ങളുടെ എണ്ണയിടുക. അത് ഏത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ എണ്ണ നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി. ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ തിമിരം അങ്ങനത്തുള്ള സംഗതികൾക്കൊക്കെ ആയുർവേദത്തിൽ നല്ല മരുന്നുണ്ട്. അതിന് ഒരു പ്രത്യേക കുഴമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുഴമ്പുകളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിമിരം നിങ്ങൾക്ക് വരാതെ തന്നെ നിങ്ങൾക്ക് ചെറുക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ആയുർവേദത്തിൽ കാഴ്ചയെ വർദ്ധിപ്പിക്കേണ്ട ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മരുന്നൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹോമിയോപ്പതിയിലും അതിന് പ്രത്യേകിച്ച് നല്ല മരുന്നുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. ഒരു കാരണവശാലും അലോപ്പതി മരുന്നുകളും അലോപ്പതി ചികിത്സയും നിങ്ങൾ ചെയ്യാതിരിക്കുക. ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി, അതേപോലെ തന്നെ സിദ്ധ എന്ന് പറയുന്നതിലെല്ലാം ഇതിന് നല്ല മരുന്നുകളുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിലേക്കും അതേകൂടാതെ വെളിയിലേക്കും നിങ്ങൾ കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു കാഴ്ച വർദ്ധിപ്പിക്കാനുള്ളൊരു ചെറിയൊരു പ്രയോഗം ഞാൻ പറയാം. പെരിഞ്ജീരകം ഒരു 50 ഗ്രാം എടുക്കുക, ബദാം 50 ഗ്രാം എടുക്കുക, അതുകൂടാതെ കൽക്കണ്ട് ഒരു 50 ഗ്രാം എടുക്കുക. അപ്പോൾ 3ഉം സമാസമം. ഒരു 25 ഗ്രാം ഇതെടുക്കുക, എന്താണ് അതിൻ്റെ പേര്, കുരുമുളക്. അപ്പോൾ ഈ 3ഉം ആദ്യം ഈ സാധനങ്ങൾ, ഈ കുരുമുളകും അതേപോലെ തന്നെ പെരിഞ്ജീരകവും കൽക്കണ്ടും ബദാമും ഇത് വേറെ പൊടിച്ചതിന് ശേഷം മിക്സാക്കുക. എന്നിട്ട് കൽക്കണ്ടും പൊടിച്ച് മിക്സാക്കുക. കൽക്കണ്ടെന്ന് പറഞ്ഞാൽ കട്ടയായിട്ട് കിട്ടുന്ന ആ കൽക്കണ്ടായിരിക്കും, പൊടിയായിട്ട് കിട്ടുന്ന അത് പറ്റില്ല. പഞ്ചസാരയും ചേർക്കാൻ പാടില്ല.
ഈ കൽക്കണ്ടം ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂട്ടി വെച്ചതിന് ശേഷം നിങ്ങൾ 1 സ്പൂൺ നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെ നല്ലതാണ്. അതുകൂടാതെ മുരിങ്ങ, ചീര എന്നുള്ള സംഗതികളൊക്കെ നിങ്ങളുടെ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ ഇതിന് നല്ലതാണ്. പിന്നെ ആയുർവേദത്തിൽ ഇതിന് സ്പെഷ്യലൈസ്ഡായിട്ടുള്ള ചികിത്സയുണ്ട്. ഗ്ലൂക്കോമയ്ക്കായാലും ശരി, അതേപോലെ തന്നെ ബാക്കിയുള്ള എന്തിനാണെങ്കിലും ശരി, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ നിങ്ങൾ കാണുക. കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ കണ്ണിൻ്റെ എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും അതിനുള്ള പ്രതിവിധി അദ്ദേഹം ചെയ്തു തരും. ചിലർക്ക് ചെങ്കണ്ണ് വരും ചില സമയത്ത്, അതിന് ഏറ്റവും നല്ലത് പൂവാങ്കുരുന്നലിൻ്റെ ഇലയാണ്. കണ്ണിലെ മിക്ക രോഗങ്ങൾക്കും പൂവാങ്കുരുന്നലിൻ്റെ ആ ഒരു പ്രയോഗം കൊണ്ട് തന്നെ നമുക്കത് കണ്ണിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കണ്ണിനെ പറ്റി പറയാനുള്ളത്. പിന്നെ കണ്ണിൻ്റെ പീലികളൊക്കെ നല്ലപോലെ ഇടതുറന്ന് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ണിൽ ഇവിടെ ആവണക്കിൻ്റെ എണ്ണ, ശുദ്ധമായിട്ടുള്ള ആവണക്കിൻ്റെ എണ്ണയായിരിക്കണം. അത് നമ്മുടെ ഇവിടെ ഇങ്ങനെ പുരട്ടുകയാണെങ്കിൽ ആ കണ്ണിൻ്റെ പുരികൊക്കെ നമുക്ക് നല്ല കട്ടിയായിട്ട് വരും. പിന്നെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ്, അത് മിക്കവാറും നമുക്ക് മാറ്റാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് അത് നമ്മൾ അരച്ചതിന് ശേഷം ഇവിടെ കുറച്ച് ദിവസം പുരട്ടുകയാണെങ്കിൽ കണ്ണിൻ്റെ താഴെയുള്ള ആ കറുപ്പ് നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൂടാതെ ഒരു കാരണവശാലും കണ്ണുകൊണ്ടുള്ള ത്രാടകം തുടങ്ങിയ എക്സസൈസുകൾ ഒരിക്കലും ചെയ്യരുത്. പ്രത്യേകിച്ചിട്ട് നിങ്ങൾ യോഗയൊക്കെ അഭ്യസിക്കുകയാണെങ്കിൽ അവർ പറയും നിങ്ങളൊരു മെഴുകുതിരി എല്ലാം കത്തിച്ച് ഒരു അയലത്ത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. അത് ഒരു കാരണവശാലും ചെയ്യരുത്. അതെല്ലാം നിങ്ങളുടെ കണ്ണിന് പെർമനൻ്റായിട്ട് ഡാമേജ് ചെയ്യും. അതുകൂടാതെ ചിലർ പറയും ഈ വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷം നിങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ ആക്കാൻ പറയും. അതൊന്നും ചെയ്യരുത്. അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. കഴിയുന്നതും ഇതെല്ലാം ഒഴിവാക്കിയിട്ട് കണ്ണിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതാക്കാൻ കൊണ്ടുവരിക. പിന്നെ രാത്രി നമ്മൾ മൊബൈലെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് ഇരുട്ടുള്ള മുറിയിൽ നമ്മൾ ഒരിക്കലും ഈ മൊബൈൽ നോക്കാൻ പാടില്ല. മൊബൈൽ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു പ്രകാശമുള്ള സ്ഥലത്തായിരിക്കണം മൊബൈൽ നോക്കേണ്ടത്. ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണിലേക്ക് അത് കൂടുതൽ നമ്മുടെ കണ്ണിൻ്റെ ഇത് കൂടുതൽ ഇങ്ങനെ വികസിക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള റേഡിയേഷൻ നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് ചേരും. അത് കാരണം ഇരുട്ട് മുറിയിൽ നമ്മൾ ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കരുത്. കൂടുതൽ സമയം വലിയ ടി വിയിൽ നമ്മൾ നോക്കരുത്. ഇന്ന് കമ്പ്യൂട്ടറിൽ കാണുന്ന എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് കണ്ണിൻ്റെ ഡ്രൈനെസ്. അതായത് കണ്ണിൽ ഉമിനീര് വരുന്നത് നിൽക്കും, ടോട്ടലായിട്ട് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞു ഈ സംഗതികളെല്ലാം കുറച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് ഇൻറ്റേർണൽ മെഡിസിൻ എടുക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഇത് ശരിയാവുള്ളൂ. പിന്നെ കൂടുതൽ സമയം ഈ മൊബൈലൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൊബൈൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ മൊബൈലിൻ്റെ അതിൻ്റെ ബ്രൈറ്റ്നസ് നമ്മളെപ്പോഴും കമ്മിയായിട്ട് വയ്ക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ നിലത്ത് പുല്ല് രാവിലെ എണീച്ചതിന് ശേഷം പുല്ല് ഉള്ള സ്ഥലത്ത് നമ്മൾ നടക്കുക. അതായത് മഞ്ഞൊക്കെ വീണിട്ടുള്ള ആ പുല്ല് നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും. അതുകൂടാതെ കണ്ണിൻ്റെ മിക്ക പ്രശ്നങ്ങളും നമുക്ക് ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റും. ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉപവസിക്കുക, ഇളനീര് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കഴിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിൽ 2-3 ദിവസം അങ്ങനെയൊക്കെ ഉപവസിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറേശ്ശെയായിട്ട് മെച്ചപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് സുഹൃത്തുക്കളെ കണ്ണിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന് വീണ്ടും കാഴ്ച കിട്ടും. അതുകൂടാതെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഈ ഒരു പരിഹാരം ധാരാളം ആവശ്യമാണ്. ഇത്രയും മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.